Hi everyone, welcome to Polymaths. This is Satish with you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടുവിലെ പാർട്ട് 1-ലുള്ള ഡിഫറൻഷ്യബിലിറ്റി എന്ന ഭാഗമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡെറിവേറ്റീവ് എടുക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും ആൾജിബ്രയും, ഇത് നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇത് രണ്ടും നിങ്ങൾ നന്നായി പഠിച്ചു വച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും ഒന്നാമത്തെ ക്ലാസ് കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും ആൾജിബ്രയും കൃത്യമായി പഠിച്ചിരിക്കണം. അതിനുശേഷം മാത്രം രണ്ടാമത്തെ ക്ലാസ് കാണുക. മറ്റൊരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തഡിൽ ഒരെണ്ണം പഠിച്ചിരുന്നു, ചെയിൻ റൂൾ എന്താണെന്ന്. ചെയിൻ റൂൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടു. അതിലെ 1-2 എക്സാമ്പിൾ പ്രോബ്ലവും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലംസ് ആണ്. ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില പ്രോബ്ലമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇവയുടെ ഡെറിവേറ്റീവുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, y ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ്. y ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ്. ചെയിൻ റൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൽ ചെയിൻ റൂൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ചോദ്യമുണ്ട്. എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കിയത്, ഇതിൽ ചെയിൻ റൂളാണ് ഉപയോഗിക്കേണ്ടതെന്ന്? തീർച്ചയായിട്ടും കോസ് എക്സ് ആയിരുന്നു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. ഇവിടെ എക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ അത് ചെയിൻ റൂൾ ആകും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കോസ് എക്സ് എന്ന് വരുന്നതിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷനായ സൈൻ എക്സ് വന്നു. അതുകൊണ്ട് അവിടെ എന്ത് വേണം? ചെയിൻ റൂൾ വേണം. അപ്പോൾ ഇനി ചെയിൻ റൂൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡിഫറൻഷ്യൽ dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ചെയിൻ റൂൾ ചെയ്യുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക. ഇവിടെ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ കോസ് ഫംഗ്ഷനാണ്. ആ കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. നമുക്കറിയാം കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ ഓഫ്, അകത്തുള്ളത് ഒരു മാറ്റവുമില്ലാതെ അതുപോലെ തന്നെ എഴുതുന്നു, സൈൻ എക്സ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എക്സ് ആയിരുന്നു വരേണ്ടത്, എക്സിന് പകരം സൈൻ എക്സ് വന്നു. അതൊരു മാറ്റവുമില്ലാതെ അവിടെ എഴുതണം. അപ്പോൾ പുറത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇൻറ്റു അതിനകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അകത്തുള്ള ഫംഗ്ഷൻ ആരാണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് കോസ് എക്സ് ആണ്. ശരിയല്ലേ? ഇനി അതിനകത്ത് വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചെയിൻ അവിടെ തീരുകയാണ്. ചെയിൻ റൂള് അവസാനിച്ചു. അപ്പോൾ ഇവിടെ dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ഫംഗ്ഷൻ്റെ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഫംഗ്ഷൻ്റെത് കോസ് എക്സ്. So the final answer is minus sin of sin x into cos x. ഒറ്റ സ്റ്റെപ്പിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 2, y ഈക്വൽ ടു ലോഗ് കോസ് എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതും ചെയിൻ റൂൾ ഉപയോഗിക്കണം. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ, ലോഗ് എക്സ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആണ് അല്ലേ? ലോഗ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ലോഗ് എക്സ് വരേണ്ട സ്ഥാനത്ത് എക്സിന് പകരമായി കോസ് എക്സ് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ ചെയിൻ വേണ്ടേ? ഉറപ്പായിട്ടും ചെയിൻ റൂൾ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് ആണ്. ഈക്വൽ ടു ലോഗ് ഫംഗ്ഷനാണ് ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ. നമുക്കറിയാമല്ലോ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x. ലോഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 അകത്തുള്ളത് എന്താണ്? എക്സ് ആണെങ്കിൽ എക്സ്, അത് എഴുതണം. അതല്ലേ അതിൻ്റെ രീതി. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x. അപ്പോൾ ലോഗ് കോസ് എക്സ് ആയെങ്കിലോ?
ലോഗ് എക്സ് ആവുമ്പോൾ 1/x എങ്കിൽ ലോഗ് കോസ് എക്സ് ആവുമ്പോൾ 1/cos x. 1/xന് പകരം വന്നത് കോസ് എക്സ് ആണ്. അതിനെ അതുപോലെ അവിടെ എഴുതണം, മാറ്റമില്ലാതെ. ക്ലിയർ ആയല്ലോ? ഇനി ലോഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അകത്തുള്ള ഫംഗ്ഷൻ ആരാണ്? കോസ് ഫംഗ്ഷൻ. അപ്പോൾ ഇനി കോസ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഇൻറ്റു കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ്. അപ്പോൾ എന്ത് കിട്ടി? 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതെന്താണ്? ടാൻ എക്സ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് മൈനസ് ടാൻ എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് എക്സ് ഈസ് മൈനസ് ടാൻ എക്സ് എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഒരു തവണ കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ലോഗ് എക്സ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ എക്സിന് പകരം കോസ് എക്സ് വന്നതുകൊണ്ട് ചെയിൻ റൂൾ ഉപയോഗിക്കുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ഫംഗ്ഷനാണ്. 1/x അല്ല, ഇവിടെ 1/cos x ആണ്. അതുകൊണ്ട് 1/cos x ഇൻറ്റു കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇവിടെ സൈൻ ബൈ കോസ്, ടാനും ഈ നെഗറ്റീവ് കൂടെ ചേർത്ത് മൈനസ് ടാൻ എക്സ്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ചോദ്യം, y ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ ചെയിൻ റൂൾ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമുക്കറിയാം, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടായിരുന്നു, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ റൂട്ട് എക്സിന് പകരം കോട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന മറ്റൊരു ഫംഗ്ഷൻ വന്നു. അത് ചെയിൻ റൂൾ അല്ലേ? ഉറപ്പായിട്ടും ചെയിൻ റൂളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സിൽ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം, കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ കോൺസ്റ്റൻറ്റിനെ പുറത്തിട്ടിട്ട് ഫംഗ്ഷൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ പോരെ? അപ്പോൾ 2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ 2 കോൺസ്റ്റൻറ്റാണ് പുറത്തിട്ടിട്ട് മറ്റേത് റൂട്ടിനകത്തുള്ളതിൻ്റെ മാത്രം ഡെറിവേറ്റീവ്, റൂട്ടിൻ്റെ ഫംഗ്ഷൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു 2 ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തിട്ടു. ഇനി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫംഗ്ഷന് റൂട്ട് ഫംഗ്ഷനാണ് ഏറ്റവും പുറത്തുള്ളത്. റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, 1/2 റൂട്ട് അകത്ത് വന്നേക്കുന്നത് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. അപ്പോൾ റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് അകത്തുള്ളത് എന്താണോ അത്. ഇവിടെ അകത്തുള്ളത് എന്താണ്? കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൂട്ട് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ചെയിൻ തീർന്നില്ല. ഇൻറ്റു അതിനകത്തുള്ള റൂട്ട് ഫംഗ്ഷൻ അകത്തുള്ള ഫംഗ്ഷൻ, അത് കോട്ട് ഫംഗ്ഷനാണ്. കോട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് d/dx ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ ഈ അകത്തുള്ള ഫംഗ്ഷൻ കോട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സ് ആണെങ്കിൽ കൊസീക് സ്ക്വയർ എക്സ്. പക്ഷെ ഇവിടെ കോട്ട് എക്സ് ആണോ? അല്ല, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ എന്നല്ലേ വരേണ്ടത്? കോട്ട് എക്സിന് പകരം എക്സ് സ്ക്വയർ വന്നു. ക്ലിയർ ആയോ? ഇനി അപ്പോൾ റൂട്ട് ഫംഗ്ഷനകത്ത് കോട്ട്, റൂട്ട് ഫംഗ്ഷനെയും ചെയ്തു കോട്ടിനെയും ചെയ്തു. ആ കോട്ടിനകത്ത് എക്സിന് പകരം വന്നത് എക്സ് സ്ക്വയർ അല്ലേ? അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അതിനെ വീണ്ടും ചെയ്യണ്ടേ? ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. 2നെ വെളിയിലിട്ടു. റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഏറ്റവും പുറമേയുള്ള ഫംഗ്ഷൻ റൂട്ട് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് അകത്തുള്ളത്. ഇനി അതിനകത്തെ ഫംഗ്ഷൻ കോട്ട് ഫംഗ്ഷൻ, കോട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സിന് പകരം എക്സ് സ്ക്വയർ.
ആ കോട്ടിൻ്റെ അകത്തെ ഫംഗ്ഷൻ എക്സ് അല്ല, എക്സ് സ്ക്വയർ, വേറൊരു ഫംഗ്ഷനാണ് വന്നേക്കുന്നത്, പോളിനോമിയൽ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇനി അതിൽ എക്സ് മാത്രമേ ഉള്ളൂ, അതിനകത്തോട്ട് വേറെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയിൻ അവിടെ തീരുകയാണ്. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവുന്നു. ബാക്കി മൈനസ് ഉണ്ട്, ഒരു 2x ഉണ്ട്, കൊസീക് സ്ക്വയർ എക്സ് ഉണ്ട്, കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്, കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. ഒന്നുകൂടി ഈ 2 ക്യാൻസൽ ആവുന്നു. മൈനസ് 2x ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ, മൈനസ് 2x ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ചെയ്ത് ശീലിക്കണം, ചെയ്ത് പഠിക്കണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെയ്തുകൊണ്ടേയിരിക്കുക, ഉത്തരം കിട്ടുന്നത് വരെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമുക്കിത് പഠിക്കാൻ പറ്റും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡെറിവേറ്റീവിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ തീർച്ചയായിട്ടും കഴിയും. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ഡെറിവേറ്റീവിൽ ഒരാൾക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ടാവണമെങ്കിൽ അയാൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സും ഓൾജിബ്രയും നന്നായി പഠിക്കണമെന്ന്. അതുപോലെ തന്നെ പ്രധാനമാണ് ചെയിൻ റൂള്. കാരണം ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ മെത്തേഡിലും ചെയിൻ റൂള് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെയിൻ റൂളിൽ നിങ്ങൾ എത്ര ബെറ്റർ ആണോ അത്രയും ബെറ്റർ ആയിരിക്കും നിങ്ങൾ പൊതുവെ ഡെറിവേറ്റീവിൽ അത്രത്തോളം നിങ്ങൾ മികച്ചതാവും. അപ്പോൾ ചെയിൻ റൂൾ നന്നായി പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നാലാമത്തെ ചോദ്യം y = sec of tan of root x എന്നാണ്. y = sec of tan of root x. ഇവിടെ ചെയിനിൽ ഏറ്റവും പുറത്തെ ഫംഗ്ഷൻ സീക്ക് ഫംഗ്ഷൻ, അതിനകത്ത് ടാൻ ഫംഗ്ഷൻ, അതിനകത്ത് റൂട്ട് ഫംഗ്ഷൻ, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. സീക്ക് ഫംഗ്ഷൻ്റെ അകത്ത് ടാൻ ഫംഗ്ഷൻ, അതിനകത്ത് റൂട്ട് ഫംഗ്ഷനുമാണുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു, അതിനു മുമ്പ് സീക്ക് ഫംഗ്ഷനാണ് ഏറ്റവും പുറമേ ഉള്ളത് സീക്ക് ഫംഗ്ഷൻ. ഈ സീക്ക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? d/dx ഓഫ് സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ഈസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണല്ലോ. ഇവിടെ സീക്ക് എക്സ് അല്ല, എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് ആണ്. എക്സ് ആണ് വരുന്നതെങ്കിൽ സീക്ക് എക്സ് ഇടണം, ടാൻ എക്സ് ഇടണം. എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ റൂട്ട് എക്സ് ആണ് വന്നതെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ റൂട്ട് എക്സ് വരണം, ഇപ്പുറത്തും ടാൻ റൂട്ട് എക്സ് വരണം. ശരിയല്ലേ? അപ്പോൾ ആ സീക്ക് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടേണ്ടത് സീക്ക് എക്സിന് പകരം, ഇവിടെ എക്സിന് പകരം വന്ന ആൾ ആരാ? ടാൻ റൂട്ട് എക്സ് ഇൻറ്റു അടുത്തത് ടാൻ ഓഫ് എക്സ്. ഇവിടെ എക്സ് വരുവാണ്, ഇവിടെ എക്സ്, അപ്പോൾ ഇവിടെ എക്സിന് പകരം വന്നത് ടാൻ റൂട്ട് എക്സ്. അപ്പോൾ ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? സീക്ക് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ചെയിൻ തീർന്നോ? ചെയിൻ തീരില്ല. തൊട്ടകത്തുള്ള ഫംഗ്ഷൻ ടാൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ടാൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്? എന്താണ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? അത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് ആയിരുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. ഇവിടെ ടാൻ എക്സ് അല്ല, ടാൻ റൂട്ട് എക്സ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി മാറും? ടാനിൻ്റെത് സീക്ക് സ്ക്വയർ, ടാൻ ഫംഗ്ഷൻ്റെത് സീക്ക് സ്ക്വയർ. എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് റൂട്ട് എക്സ്, അപ്പോൾ സി സ്ക്വയർ റൂട്ട് എക്സ് എന്ന് വരും. ശരിയല്ലേ? ടാൻ എക്സ് ആണെങ്കിൽ സി സ്ക്വയർ എക്സ്, ടാൻ റൂട്ട് എക്സ് ആണെങ്കിൽ സി സ്ക്വയർ റൂട്ട് എക്സ്. ചെയിൻ തീർന്നോ? ചെയിൻ തീർന്നിട്ടില്ല. എന്തുകൊണ്ട് തീർന്നില്ല? ടാൻ ഫംഗ്ഷൻ അകത്ത് കിടക്കുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. ആര്? റൂട്ട് ഫംഗ്ഷൻ. അതുകൊണ്ട് റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. ഇനി ചെയിനില്ല, തീർന്നു. ഒന്നുകൂടി സീക്ക് ഫംഗ്ഷൻ്റെ സീക്ക്
സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, എക്സിന് പകരം വന്നത് ടാൻ റൂട്ട് എക്സ്. അടുത്ത തൊട്ടകത്തെ ഫംഗ്ഷൻ ടാൻ ഫംഗ്ഷൻ്റെത് സീക്ക് സ്ക്വയർ എക്സ്, എക്സിന് പകരം വന്നത് റൂട്ട് എക്സ്. അതിനകത്തെ ഫംഗ്ഷൻ റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്, ഇവിടെ എക്സ് ആണ്, റൂട്ട് എക്സ് തന്നെ. ക്ലിയർ ആയോ? ഇതോടുകൂടി അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിൻ്റെ ക്യാൻസലേഷൻ ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനെ ആദ്യം വേണേൽ കൊണ്ടുവരാം. ഇത് ഇങ്ങനെ എഴുതാം, 1/2 റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇനി സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകണ്ട, ഇത്ര തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിച്ചാൽ ഇത് നിസ്സാരമായി നമുക്ക് വഴങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പരിശീലിക്കുക. അഞ്ചാമത്തെ പ്രോബ്ലം ഇതാണ്, y = sin raised to 5 root x. sin raised to 5 root x. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. y = sin raised to 5x, റൂട്ട് എക്സ് ഇല്ല, എക്സ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ എങ്കിൽ ഇത് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണം നിങ്ങൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഫംഗ്ഷൻ പവർ ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം ഓർക്കുക, ഈ ഭാഗം എക്സ് ആയി സങ്കല്പിക്കുക. അതായത് സൈൻ എക്സിനെ എക്സ് ആയി സങ്കല്പിക്കുകയാണെങ്കിൽ എക്സ് റൈസ് ടു 5 എന്ന ഫോം അല്ലേ ഇത്, y = എക്സ് റൈസ് ടു 5. ഈ സൈൻ എക്സിന് പകരം എക്സ് ആയിരുന്നെങ്കിൽ അല്ലേ, എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4 അല്ലേ. ഇതേ രീതിയിൽ തന്നെ എക്സിന് പകരമായി ഇവിടെ വന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തോ അതുപോലെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ചെയിൻ റൂളും കൂടെ ഉപയോഗിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ എക്സ് ആയി സങ്കല്പിക്കുക. y = sin raised to 5x-ലെ sin എക്സിനെ എക്സ് ആയി സങ്കല്പിച്ചാൽ എക്സ് റൈസ് ടു 5 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരിക? എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4, എക്സിന് പകരം sin എക്സ് ആണ്, അതുകൊണ്ട് sin x റൈസ് ടു 4 ഇങ്ങനെ കിട്ടും. ചുരുക്കി ഇത്രയേ ഉള്ളൂ. പവറിനെ മുന്നിൽ കൊണ്ടുവരിക, പവർ ഒന്ന് കുറച്ചെഴുതുക. എക്സ് റൈസ് ടു n ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് എക്സിന് പകരം വന്ന ആൾ ആരാ? സൈൻ എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ റൈസ് ടു 5x-ൻ്റെ ഡെറിവേറ്റീവ് 5 സൈൻ റൈസ് ടു 4x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവായ കോസ് എക്സ്. ക്ലിയർ ആയോ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. y = cos റൈസ് ടു 10x. ഡെറിവേറ്റീവ് എങ്ങനെ വരും? dy/dx = പവർ ഫംഗ്ഷൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ? പവറിനെ മുന്നിൽ കൊണ്ടുവരിക. 10 ഇൻറ്റു കോസ് റൈസ് ടു 9, പവർ ഒന്ന് കുറച്ചെഴുതണം, 9x. തീർന്നോ? തീർന്നില്ല. ഇൻറ്റു കോസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ആൻസറായി. മറ്റൊരെണ്ണം നോക്കാം. y = tan റൈസ് ടു 6x. ആൻസർ എങ്ങനെ വരും? dy/dx = എങ്ങനെയായിരിക്കും? പവറിനെ മുന്നിൽ കൊണ്ടുവരണം. 6 ഇൻറ്റു ടാൻ റൈസ് ടു പവർ ഒന്ന് കുറച്ച് 5x ഇൻറ്റു ടാൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അതാരാണ്? സീക്ക് സ്ക്വയർ എക്സ്. ആൻസറായി. അപ്പോൾ പവർ ഫംഗ്ഷനുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എക്സ് റൈസ് ടു n ചെയ്ത രീതിയിലാണ്. പവറിനെ മുന്നിൽ കൊണ്ടുവരിക, പവർ ഒന്ന് കുറച്ചെഴുതുക. അതിനുശേഷം എക്സിന് പകരം ആ ബേസായി വന്നത് ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് dy/dx = എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പവർ ഉണ്ട് 5, അപ്പോൾ 5 ഫ്രണ്ടിൽ കൊണ്ടുവന്നു. 5 ഇൻറ്റു സൈൻ റൈസ് ടു പവർ ഒന്ന് കുറച്ച് 4 റൂട്ട് എക്സ്. ഓക്കെ, ക്ലിയർ? പവർ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. 5 ഇൻറ്റു സൈൻ റൈസ് ടു 4 റൂട്ട് എക്സ്. കഴിഞ്ഞില്ല. താഴെ ബേസായി വന്നത് സൈൻ റൂട്ട് എക്സ് ആണ്. അതിൽ സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്
സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് കോസ് ഫംഗ്ഷനാണ്, കോസ് റൂട്ട് എക്സ്. എന്തുകൊണ്ട് റൂട്ട് എക്സ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? സൈൻ എക്സ് അല്ല ഇവിടെ കിടക്കുന്നത്, സൈൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈനെ കോസ് എക്സ് എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്, എക്സിന് പകരം റൂട്ട് എക്സ് വന്നതുകൊണ്ട് കോസ് റൂട്ട് എക്സ് എന്ന് വന്നു. അപ്പോൾ സൈൻ ഫംഗ്ഷനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിൽ എക്സിന് പകരമാരാ? റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ പവർ ഫംഗ്ഷനകത്ത് സൈൻ ഫംഗ്ഷൻ, അതിനകത്ത് റൂട്ട് ഫംഗ്ഷൻ വന്നതുകൊണ്ട് ഇൻറ്റു റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ക്ലിയർ ആയോ? പവർ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അതിനകത്തുള്ള റൂട്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 5/2 റൂട്ട് എക്സ് ഇൻറ്റു സൈൻ റേസ് ടു 4 റൂട്ട് എക്സ് ഇൻറ്റു കോസ് റൂട്ട് എക്സ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയിൻ റൂൾ ഏറ്റവും എളുപ്പമുള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകൾ എന്നാൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഫംഗ്ഷനുകളും y = f(x) എന്ന രൂപത്തിലുള്ളതാണ്, ശരിയല്ലേ? y = f(x) എന്ന രൂപത്തിലുള്ളത്. അതായത് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x. ഈ ഭാഗത്ത് y ഉണ്ടാവും, അപ്പുറത്ത് ഈ എക്സിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് ആയിരിക്കും. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള ഫംഗ്ഷനുകളെല്ലാം. എന്നാൽ എല്ലാ സമയത്തും y ഒരിടത്തും എക്സിലുള്ളതും മറുവശത്തും തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഉദാഹരണമായിട്ട് എക്സ് പ്ലസ് സൈൻ y = y, എക്സ് പ്ലസ് സൈൻ y = y എന്ന ഒരു എക്സ്പ്രഷൻ എടുത്തെന്നിരിക്കട്ടെ. ഇതിനകത്തുനിന്ന് y മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ y = f(x) എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാനൊന്നും പറ്റില്ല. ചിലപ്പോൾ എക്സ് വൈ പ്ലസ് സൈൻ എക്സ് = cos y, ഈ ഫംഗ്ഷനിൽ എക്സും വൈയും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന ഫംഗ്ഷനാണ്. ഇതുപോലെ y = f(x) എന്ന ഈ രൂപത്തിലേക്ക് എഴുതാൻ കഴിയാത്ത ഫംഗ്ഷനുകൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. y = f(x) എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്നത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനുകൾ എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ y = f(x) എന്ന ഫോമിലേക്ക് മാറ്റാൻ കഴിയാത്ത ഫംഗ്ഷനുകളെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നും പറയും. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. 2x + 3y = sin x. ഇതിൽ നിന്ന് dy/dx കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഡെറിവേറ്റീവ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ y = f(x) എന്നൊന്നും അല്ല ഫംഗ്ഷൻ കിടക്കുന്നത്, പക്ഷേ നമുക്ക് dy/dx കണ്ടുപിടിക്കുകയും വേണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ എക്സിൽ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? dx/dx, അതായത് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതി തന്ന റിസൾട്ടുകളിൽ രണ്ടാമത്തെ റിസൾട്ട് അതായിരുന്നു, dx/dx = 1, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x = 1 എന്ന്. ശരി, ഞാൻ ഇവിടെ എക്സിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാ ടേമുകളെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ടേം 2x ആണ്. 2xനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ വെളിയിൽ ഇട്ടിട്ട് ഫംഗ്ഷനെ മാത്രം ചെയ്താൽ മതിയെന്ന് ഓൾജിബ്രയിലെ 5ാമത്തെ റൂളിൽ ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ 2 വെളിയിലിട്ടിട്ട് ഈ എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 2 × 1, 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 കോൺസ്റ്റൻറ്റ് വെളിയിലിട്ടു. ഇനി വൈയുടെ ഡെറിവേറ്റീവ്, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy/dx. അപ്പോൾ yയുടെ ഡെറിവേറ്റീവ് dy/dx
dx. ഓക്കെ, ഈക്വൽ ടു സൈൻ എക്സിന് ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എത്രയാണ്? കോസ് എക്സ് ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ആ കോസ് എക്സും എഴുതുന്നു. നമുക്കിതല്ല വേണ്ടത്, ഡി വൈ ബൈ ഡി എക്സിൻ്റെ വിലയാണ്. അതിവിടെ കിടപ്പുണ്ട്. ഇത് കിട്ടാൻ ബാക്കിയുള്ളതിനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 2 × 1 2. ആ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 3 × dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഈ പ്ലസ് 2നെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, -2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടേ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ 3യെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ്, അപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം. കോസ് എക്സ് -2 ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഫൈനൽ ആൻസർ. ഒരു തവണ കൂടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെ തന്നിരിക്കുന്നോ അതുപോലെ തന്നെ വെച്ചിട്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ 2 × എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 പ്ലസ് 3 × വൈയുടെ ഡെറിവേറ്റീവ്. എപ്പോഴും ഓർക്കുക, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ് ആണ്. ഈ ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ ബാക്കിയുള്ള ടേമുകളെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ +2 അപ്പുറത്ത് പോയി -2 ആവുന്നു. മൾട്ടിപ്ലൈ ചെയ്ത 3നെ അപ്പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് -2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടുന്നു. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകളിലെ മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ 2x + 3y ഈക്വൽ ടു സൈൻ y എന്നാണ് പ്രോബ്ലം. ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടെത്തണം. നേരത്തെ ചെയ്തതുപോലെ ഇതിനെയും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലിടുന്നു, ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 പ്ലസ് 3 ഇൻറ്റു വൈയുടെ ഡിഫറൻഷ്യൽ ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിഫറൻഷ്യൽ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഈ ഫംഗ്ഷനിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായി ഈ ഫംഗ്ഷനെ ഞാൻ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നത് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ആരായിരിക്കും? കോസ് എക്സ് ആയിരിക്കും. എന്നാൽ ഇവിടെ സൈൻ വൈ ആണ്, എക്സിന് പകരം മറ്റൊരു ഫംഗ്ഷൻ വൈ വന്നിരിക്കുന്നു. ചെയിൻ റൂള് ചെയ്യണം. പുറത്തെ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോസ് വൈ അതുപോലെ എഴുതുന്നു. ഇനി ഇൻറ്റു അകത്ത് എക്സിന് പകരം വന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, എക്സിന് പകരം വന്ന ഫംഗ്ഷൻ വൈ ആണ്, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി ശ്രദ്ധിക്കുക, ഇതല്ല നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ആ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ 2 ടേമുകളിലുണ്ടല്ലോ. ആ 2 ടേമുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ +3 ഡി വൈ ബൈ ഡി എക്സിനെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്നത് 2 × 1 2 ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് +3 ഡി വൈ ബൈ ഡി എക്സിനെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ -3 ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടുന്നു. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഒരു കോമൺ ഫാക്ടർ ആണല്ലോ. ആ കോമൺ ഫാക്ടറിനെ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ 2 ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു കോസ് വൈ -3 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ മൾട്ടിപ്ലൈ ചെയ്ത കോസ് വൈ -3യെ ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ കോസ് വൈ -3 എന്ന് ഉത്തരം കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ധാരാളം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാണ് പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് തീർക്കാൻ കഴിയുക.
അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടണം. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം പോളിമാത്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.